എം.വി. ഗോവിന്ദൻ മാഷ് എന്ന് വിളിച്ച നാവുകൊണ്ട് വെറും ഗോവിന്ദൻ എന്നാണ് CPM മുൻ നേതാവ് P.K. ശശി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ വിശേഷിപ്പിച്ചത്. അതിനു പിറകെ ശശി പറയുന്ന ന്യായം എം.വി. ഗോവിന്ദൻ ഒരു PT മാഷാണെന്നും അല്ലാതെ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന മാഷല്ലെന്നുമാണ്. അതുകൊണ്ട് മാസ്റ്റർ ചേർത്ത് വിളിക്കില്ലെന്നാണ് ശശിയുടെ നിലപാട്. നേരത്തെ CPM-ന്റെ തലമൂത്ത നേതാവായിരുന്ന G. സുധാകരൻ കയറി മേഞ്ഞതിന് പിന്നാലെയാണ് എം.വി. ഗോവിന്ദനെ ഇപ്പോൾ P.K. ശശിയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ CPM-നെയും കടന്നാക്രമിക്കുന്നുണ്ട് P.K. ശശി. പാർട്ടി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതിനെക്കുറിച്ചും തങ്ങൾക്കൊപ്പം നിന്നവരെ പാർട്ടി വേട്ടയാടിയതിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വാണിയംകുളത്തെ DYFI പ്രവർത്തകനായിരുന്ന ദിനേശിനെ ക്രൂരമായി മർദ്ദിച്ചതും അതിലെ പ്രതിക്ക് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ലക്കടിയിലെ സഖാവ് സുരേന്ദ്രനെ ആക്രമിച്ച സംഭവവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. CPM-മായി വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഗൗതമി, കോവിഡ് കാലത്ത് സേവനം ചെയ്ത സെലീന തുടങ്ങിയ നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് P.K. ശശി പറഞ്ഞു. ഇതിനു പുറമെ തനിക്കൊപ്പം നിന്നവരെ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ നിന്നും തെറിച്ച കാര്യവും P.K. ശശി ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും പോലീസുകാർ മർദ്ദിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്താൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുണ്ടെന്നും അതിന് പറ്റിയവർ കൂടെയുണ്ടെന്നും P.K. ശശി പറയുന്നുണ്ട്. ബ്രസീൽ ലോകകപ്പ് മത്സരത്തിൽ നിന്നും വിടവാങ്ങിയ പോലെ CPM കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുമെന്നായിരുന്നു മറ്റൊരു വിമർശനം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഗോവിന്ദന് മുതൽ ബ്രാഞ്ച് അംഗത്തിന് വരെ വലിയ അഹങ്കാരമായിരുന്നുവെന്നും P.K. ശശി കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗോവിന്ദൻ മാഷ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തോറ്റാൽ തോറ്റവന് നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ, എന്താണ് കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ. ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. അല്ല, അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഞാനെന്തോ ഒരു ധിക്കാരം പറയുന്നു തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടല്ല. അത് അയാളുടെ പേരാണ്, അയാൾ മാഷല്ല, അത് PT മാഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്റെ ധിക്കാരമാണെന്ന് ധരിക്കരുത്. കാക്ക കറുത്തിട്ടാണ് എന്ന് പറയുന്നത് കാക്കയോടുള്ള വിരോധം കൊണ്ടല്ല, കാക്കയുടെ നിറം കറുപ്പായത് കൊണ്ടാണ്. ഗോവിന്ദൻ M.V. ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ ബ്രാഞ്ച് വരെ, ബ്രാഞ്ചുകാരൻ വരെ എന്തായിരുന്നു ധാർഷ്ട്യം. വരാൻ പോകുന്ന മൂന്നാമത്തെ ടേമിലും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒക്കെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞിരുന്നത് ഈ സഖാക്കളോട്, നമ്മുടെ സഖാക്കളോട്. എന്തെല്ലാം ഭീഷണികളാണ് ആ സമയത്ത് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താ CPM ഉൾപ്പെടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന സഖാക്കളിൽ പലരും അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്ര ആളുകളെ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേട്ടുകേൾവിയില്ലാത്ത കാര്യം. ഇവിടെ അനുഭവങ്ങളുണ്ട്. ഒറ്റപ്പാലത്ത് നിന്ന് വന്ന സഖാക്കൾ ഉണ്ടാവില്ല. ഇവിടെ വാണിയംകുളത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ പുതിയ പ്രസ്ഥാനത്തിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് വാണിയംകുളം പഞ്ചായത്തിലെ, ഒറ്റപ്പാലം താലൂക്കിലെ വാണിയംകുളം പഞ്ചായത്തിലെ ദിനേശ് എന്ന് പറയുന്ന DYFI-യുടെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന ചെറുപ്പക്കാരനെ അതിഭീകരമായി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ബോധരഹിതനായി 2.5 മാസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU-വിൽ കിടന്നത്. ദിനേശിനെ പോലീസ് കേസെടുത്തില്ല, പ്രതിയില്ല. അവസാനം വല്ലാതെ സമ്മർദ്ദം വന്നപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത്. അതിൽ ഒന്നാം പ്രതിയായ വിദ്വാൻ ഇപ്പോൾ DYFI-യുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോ അയാൾക്ക് ബഹുമതി കൊടുത്തു, സ്ഥാനക്കയറ്റം കൊടുത്തു. DYFI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. നല്ല പാർട്ടിയാണ്, നല്ല പാർട്ടി. 10.5 മാർച്ചിന്റെ തിളക്കമുള്ള നല്ലൊരു പാർട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൊലക്കേസിലെ വധശ്രമ കേസിലെ പ്രതിയായ വിദ്വാന് DYFI-യുടെ ജില്ലാ ഭാരവാഹിയായി സ്ഥാനക്കയറ്റം. കഴിഞ്ഞില്ല. ഇവിടെ നമ്മുടെ ഒറ്റപ്പാലത്ത് തന്നെയുള്ള ലക്കിടിയിലെ സുരേന്ദ്രൻ വന്നിട്ടില്ലേ? സുരേന്ദ്രനില്ലേ? സുരേന്ദ്രൻ കഴിഞ്ഞ നിരവധി കൊല്ലക്കാലമായി, കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ലക്കിടി പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമാണ് സഖാവ് സുരേന്ദ്രൻ. ലോക്കൽ കമ്മിറ്റിയുടെ നേതാവാണ്. പക്ഷേ CPM-ന്റെ നിലപാടുമായി വിയോജിപ്പ് വന്നപ്പോ DMF-മായി സഹകരിക്കാൻ തയ്യാറായി. സഖാവ് സുരേന്ദ്രനെ രാത്രി യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് CPIM-കാരായ ആളുകൾ, DYFI-കാരും CPM-കാരും ചേർന്ന് ഇരുമ്പ് വടി കൊണ്ട് 2 കൈകളും അടിച്ചു പൊട്ടിച്ചു. 1 മാസത്തിലധികം ചികിത്സ വേണ്ടി വന്നില്ലേ? എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. എലപ്പുള്ളിയിലെ മിൽമയിൽ ജോലി ചെയ്തിരുന്ന ബെനിൽ, അതുപോലെ തന്നെ ബഡ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഗൗതമി,
ഇവരുടെ എല്ലാം ജോലി കളഞ്ഞു. എന്തിന്റെ പേരില്ല? ഗൗതമിയുടെ ജോലി കളഞ്ഞു. ഗൗതമി തെറ്റ് ചെയ്തിട്ടല്ല, ഗൗതമിയുടെ ഭർത്താവ് DMF-ന്റെ പ്രവർത്തകനായി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി എന്നതിന്റെ പേരിൽ ഗൗതമി ഒന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവര് പിരിച്ചുവിട്ടത് കൊണ്ടൊരു ഗുണമുണ്ടായി. ഗൗതമി കൺവെൻഷനിൽ വന്നിട്ട് നമ്മുടെ കൂടെ ഇല്ലേ, നമ്മുടെ പ്രവർത്തകയെ, നമുക്കൊരു നല്ല പ്രവർത്തകയെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയാം, ഈ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് കോവിഡ് ബാധിച്ച രോഗികളുടെ വീടുകളിൽ പോയി അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ ചികിത്സിക്കാനും മുൻകൈയെടുത്ത സെലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ? സെലീന എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ DMF-മായി സഹകരിച്ചു എന്നതിന്റെ പേരിലാണ് ജോലിയിൽ നിന്ന് നിഷ്കരണം പിരിച്ചുവിട്ടു. ഇതൊക്കെ CPM-ന്റെ തീരുമാനപ്രകാരം ചെയ്തതാ. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുത്തു പോലീസിനെ കൊണ്ട്. അത് ചെയ്യാൻ ധൈര്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ അധിക ദിവസം അവിടെ ഇരുന്നില്ല കേട്ടോ. അതിന്റെ കാര്യം ഞാനിപ്പോ പച്ചക്ക് പറയുന്നില്ല, പറയുന്നത് ഒരു തെറ്റായ കാര്യം. ഞാൻ അങ്ങനെ ഇടക്ക് പ്രസംഗിക്കുമ്പോ അങ്ങ് പറഞ്ഞു പോകും. അധിക ദിവസം അവിടെ ഇരുന്നില്ല. അത് വേറൊരു ചരിത്രം. അതിലേക്ക് ഞാനിപ്പോ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ആളുകളെ, കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ പരിപൂർണമായും സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാനുമുള്ള നല്ല കെൽപ്പുള്ളവരാണ് ഞങ്ങൾ. ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അവർക്കുണ്ട്.